ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ വനം വന്യജീവ വകുപ്പ് മന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷിയായ NCPയുടെ ദേശീയ നേതാവുമായ പ്രിയപ്പെട്ട മിനിസ്റ്റർ, വേദിയിലുള്ള ബഹുമാന്യരായ ജനപ്രതിനിധികൾ, ബഹുമാന്യരായ ഉദ്യോഗസ്ഥർ, സദസ്സിലുള്ള സഹോദരീ സഹോദരന്മാരെ, പത്രമാധ്യമ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ വനം വകുപ്പിൻ്റെ ബഹുമാന്യായ മന്ത്രി കുറച്ച് വിശദമായി തന്നെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഇവിടെ മാത്രമല്ല, കേരളത്തിൻ്റെ നിയമസഭയിലും വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് MLA-മാർ പ്രാദേശികമായ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് മറുപടി പറയുക എന്നത് ആ മന്ത്രിയുടെ ബാധ്യസ്ഥമാണ്. അങ്ങനെയുള്ള മറുപടിയിൽ പലപ്പോഴും നിസ്സഹായനായ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഞാൻ വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണ്. അതുതന്നെയാണ് അദ്ദേഹം ഇന്നും ഇവിടെ സൂചിപ്പിച്ചത്. എന്ന് പറഞ്ഞതിൽ നിന്ന് മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയത്തിനല്ല അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആവാസ വ്യവസ്ഥിതി മനുഷ്യരുടെ കുലത്തിന് നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്കതിൽ പറഞ്ഞു വെക്കാം. പക്ഷേ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി അദ്ദേഹം ചെയ്യുന്നു. അതുതന്നെയാണ് അദ്ദേഹം ഇപ്പം ഇവിടെയും സൂചിപ്പിച്ചത്. അത് യഥാർത്ഥത്തിൽ ശരിയാണ്. പക്ഷേ വനം വന്യജീവി വകുപ്പ് മന്ത്രി ഉണ്ടാകുമ്പോൾ ഒരു മന്ത്രിയും കൂടി നമ്മുടെ നാടിന് ആവശ്യമാണ്. വനമുള്ളിടത്തൊക്കെ ഒരു മനുഷ്യ സംരക്ഷണ വകുപ്പ് മന്ത്രി കൂടി അനിവാര്യമായി വരികയാണ്. കാരണം അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ പ്രത്യേകിച്ചും കേരളത്തിന്റെ 19 നിയോജക മണ്ഡലങ്ങൾ മലയോര മേഖലയാണ്. ഈ മലയോര മേഖലയിലെ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം വന്യജീവി ആക്രമണം തന്നെയാണ്. നിരന്തരമായി ഒരാൾക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം നിലമ്പൂർ അങ്ങാടിയിൽ വരെ ആനയെത്തി. അപ്പോ ആ സ്ഥിതിവിശേഷം പണ്ട് നഗരത്തിൽ ജീവിക്കുന്നവർ വിചാരിക്കും, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, കാട്ടിലല്ലേ. കാട്ടിൽ നിന്ന് മൃഗങ്ങൾ മുഴുവനും നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? അവർക്കും ഭക്ഷണം കഴിക്കണ്ടേ, അവർക്കും വെള്ളം കുടിക്കണ്ടേ. അപ്പൊ ഈ ആവാസ വ്യവസ്ഥിതിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നവർ ആ ആവാസ വ്യവസ്ഥിതിയെ കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് കാര്യമില്ല. ആനയ്ക്ക് തിന്നാൻ കാട്ടിലൊന്നുമില്ല. ഇവിടെ പത്രപ്രവർത്തകരൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ഫോറസ്റ്റിനകത്തേക്ക് നിങ്ങളെ കയറാൻ സമ്മതിക്കില്ല, ഞങ്ങളും പറ്റില്ല. ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകാത്ത ഒരു മേഖല എന്ന് പറയുന്നത് എന്താ? ഫോറസ്റ്റാണ്. ഏതെങ്കിലും സർക്കാർ ഓഫീസിന്റെ മുമ്പിലോ ഒരു സർക്കാർ പ്രോപ്പർട്ടിയുടെ മുമ്പിലോ അന്യർക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെക്കും. അതാകെ എഴുതി വെക്കുന്നത് എവിടെയാണ്? ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കാടിന്റെ ഭാഗങ്ങളിൽ ഒന്ന് അതിനകത്ത് പണി നടക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് പോയി നോക്കാൻ പറ്റുമോ? പറ്റൂല. പഞ്ചായത്ത് പ്രസിഡന്റ് പേരിൽ കേസെടുക്കും. എന്തും നടക്കും. അതൊരു പ്രത്യേക സംരക്ഷിത വലയമായി നിൽക്കുകയാണ്. അപ്പൊ ഈ ആവാസ വ്യവസ്ഥക്ക് വേണ്ട കാര്യങ്ങൾ ആ കാട്ടിലുണ്ടോ എന്ന് പോയി നോക്കാൻ ഒരു മാർഗവും ഇല്ല. അപ്പൊ നിങ്ങൾ ഈ ആകാശത്ത് കൂടെ പോണ ക്യാമറ അല്ലേ, എന്തേലും പേര്, ഡ്രോൺ. നിങ്ങൾ ഈ ഫോറസ്റ്റിന്റെ അക്കത്തൊക്കെ ഒന്ന് പോയി ഡ്രോൺ ഇട്ട് നോക്കൂ. നമ്മളിങ്ങനെ നിലമ്പൂർ കൂടെ പോകുമ്പോൾ നല്ല ഫോറസ്റ്റ് അല്ലേ, അതേക്ക് കയറിയാല മൊട്ടപ്പാറകളാ. മരം ഇങ്ങനെ നിന്നിട്ട് കാര്യമുണ്ട്. ആന മരം തിന്നോ? ആനക്ക് കഴിക്കാനുള്ള ഭക്ഷണം വേണ്ട, അറ്റ്ലീസ്റ്റ് മുളകളെങ്കിലും വേണ്ടേ? ഈ ഫോറസ്ട്രിയിൽ എവിടെയാണ് മുള വെച്ച് പിടിപ്പിക്കുന്നത് ആനക്ക് കഴിക്കാൻ? അതില്ല. അത് നോക്കാൻ ആരുമില്ല. ബഹുമാനപ്പെട്ട മന്ത്രി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം കുഴയുന്നല്ലാതെ കെ സുധാകരൻ മന്ത്രിയായിരുന്ന കാലത്ത് 2004 എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ പൊന്നാൻ പറയാ വല്ലാത്തൊരു വകുപ്പാണിത്, ആന പിടിച്ചു വലിച്ചാ പോരൂല. പിന്നെ ഈ സാധുവിന്റെ കാര്യം എടുക്കാനുണ്ടോ?
അതാണ് സ്ഥിതി. അപ്പോ മനുഷ്യര് ആനന്റെ കുഴപ്പമല്ല, പുലിന്റെ കുഴപ്പമല്ല. എന്താ പുലി വരുന്നത്? ഈ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായി അവിടെ മാനുകൾ ഉണ്ടാവും, കലമാനുകൾ ഉണ്ടാവും, കാട്ടാടികൾ ഉണ്ടാവും. ഇതിനെയാ പുലി ഭക്ഷിക്കുക. ആ സാധനം അവിടെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അവർക്ക് തിന്നാനുള്ള സാധനം അവിടെ വേണം. വല്ലതുണ്ടോ? ഒന്നുമില്ല. അപ്പൊ പുലിയും പട്ടിണിയില്ല, ആനയും പട്ടിണിയില്ല. ഈ പട്ടിണി കിടക്കുന്ന മൃഗങ്ങള് പച്ചപ്പ് കണ്ടാൽ വരും, ഒരു തർക്കമില്ല. എന്ത് ഫെൻസിങ് ഉണ്ടായിട്ടും കാര്യമില്ല. മനുഷ്യനൊന്ന് വിശന്നോട്ടെ, 2 ദിവസം നിങ്ങളൊന്ന് പട്ടിണി കിട്ടിട്ട് നിങ്ങൾ ഇരിക്കുവോ? 5 പൈസയില്ല, ഒരു മാർഗമില്ല. തൊട്ടടുത്ത വീട്ടിലെ അടുക്കള കുത്തി തുറന്ന് നമ്മൾ ഭക്ഷണം കഴിക്കൂലേ? അത് തന്നെയാണ് നടക്കുന്നത്. ആരെയും ചോദിക്കാനും പറയാനുണ്ടോ? കേരളത്തിന്റെ നിയമസഭയിൽ അനവധി തവണ ഞാൻ പറഞ്ഞ വിഷയങ്ങളാണിത്. ഒരാളും ചോദിക്കാനും പറയാനില്ല. ഇപ്പൊ 15.5 കോടി റുപ്യന്റെ പ്രൊജക്റ്റാണ്. നമുക്കൊന്ന് പരിശോധിക്കാം. DF ചിരിക്കണ്ട അവിടെ. അപ്പോ അത് വരപ്പെടും. സംഖ്യയിലേക്ക് നമ്മൾ കടക്കുന്നില്ല, തൽക്കാലം അതിലേക്ക് പോണ്ട. അത് കഴിഞ്ഞിട്ട് മനുഷ്യ വന്യജീവി സംഘർഷണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 26 കിലോമീറ്റർ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. അതിന് 101 കോടി 8 ലക്ഷം. അത് സമ്മതിക്കാം, അതും ആവശ്യമാണ്. പിന്നെ ഒരു 50 ലക്ഷം ഫെൻസിങ്. അപ്പൊ 26ഉം 8ഉം 34 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കാൻ 1.5 കോടി ചെലവാക്കിയിട്ടുണ്ട്. ഇതിന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ നമ്മുടെ കോളനിയിലേക്കുള്ള കരളായി പഞ്ചായത്തിലെ 17 കിലോമീറ്റർ റോഡ്, അത് വളരെ അത്യാവശ്യം. അപ്പം ആ 5ഉം 1.5യും 6.5 കോടി രൂപ ഇവിടെ അത്യാവശ്യമാണ് എന്ന് നമുക്ക് പറയാം. ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങളൊന്നും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയ ബാക്കിലേക്ക്, നമ്മളല്ല കോഴിക്കോട്ടങ്ങാടിയിൽ ഇരിക്കുന്ന പോലെയാണ്. കരളായിയൊക്കെ പോയി ഞാൻ അന്തം വിട്ടാ വരുന്നു. ആകെ കെട്ടിടാണ്, മനസ്സിലായില്ലേ? ഇവിടെ ഈ മരം മുറിക്കുന്നതിന് ഇരിക്കുന്ന അജ്മലടക്കം NCPയുടെ നേതാക്കന്മാര് ഇവിടെ സമരം നടത്തിയതാ, ഇല്ലേ? നിങ്ങളെ സമരത്തിലായിരുന്നു. ഭരണകക്ഷി, മന്ത്രിയുടെ പാർട്ടി, ഇടതുപക്ഷം വല്ലതും നടന്നോ? തൊട്ടപ്പുറത്ത് ആ കെട്ടിടം കിടക്കുന്നു. ഇപ്പൊ ഇവിടെ ഉണ്ടാക്കിയ കെട്ടിടങ്ങൾ എന്താ? ഇവിടെ നിലവിലുള്ള ഫ്ലൈയിങ് സ്ക്വാഡ്, ഇവിടെയുള്ള നിലവിലുള്ള റേഞ്ച് ഓഫീസ് അതവിടെ ഉണ്ട്. ഒരു കുഴപ്പമില്ല. പത്രക്കാരൻ പോകും, നോക്കണം, നിങ്ങൾ നോക്കണം. അതുകൊണ്ട് നിങ്ങളോട് ദയവായി ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞതാ. നിങ്ങൾ വന്നത് എനിക്കറിയാം, അത് നമുക്ക് പിന്നെ പറയാം. അപ്പോ നിങ്ങൾ നോക്കണം. ഇത്രയും ജനങ്ങൾ കഷ്ടപ്പെടുന്ന വന്യജീവി വിഷയമുള്ള ഈ പ്രദേശത്ത് ഈ വിഷയത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ടായോ? ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ വെൽഫെയർ വേണം, യാതൊരു തർക്കവും കാര്യത്തിലില്ല, ഒരു തർക്കവുമില്ല. അതിന്റെ പേരിൽ ആഡംബരമാവരുത്. എന്നാൽ ഈ റേഞ്ച് ഓഫീസ് പുതിയത് പണിയുമ്പോൾ അതവർക്ക് അക്കോമഡേഷൻ കൊടുത്താൽ മതി. വീണ്ടും ഒരു റെസ്റ്റ് റൂം പണിയേണ്ട കാര്യമില്ല. ഉണ്ടോ? ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ഇതിന് തന്നെ പൈസ എല്ലാം ഒപ്പിക്കുകയാണ്. അപ്പൊ ഇതെന്താ രീതി? ഈ രീതി ഒരിക്കലും ശരിയല്ല. ഗവൺമെന്റ് ഇടപെടേണ്ട വിഷയമാണ്. ഈ ഗവൺമെന്റിന് അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർട്ടി ഇടപെടേണ്ട വിഷയമാണ്. ഈ 10-60 നിയോജക മണ്ഡലങ്ങളിൽ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ വനം വന്യജീവി വിഷയം അതിനെ ഈ ഗവൺമെന്റിന് കൃത്യമായി അഡ്രസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഒരു 10-20% വോട്ട് പോയിട്ടുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന, അനുഭവത്തിനടിത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം. കാട്ടിൽ കയറി ആന ചവിട്ടിക്കൊന്നാൽ ഒരു ന്യായം വേണമെങ്കിൽ അംഗീകരിച്ചു കൊടുക്കാം. നാട്ടിലിറങ്ങി ആന ചവിട്ടിക്കൊന്നാൽ ആരുടെ ഉത്തരവാദിത്തം? ആരുടെ ഉത്തരവാദിത്തം?
ഈ മണ്ഡലത്തിന്റെ പല സ്ഥലങ്ങളിലും 7 മണി കഴിഞ്ഞ അങ്ങാടികൾ അടക്കുന്നുണ്ടല്ലേ? എന്താ ബൈക്കിൽ പോകാൻ പറ്റില്ല? ഇപ്പൊ 2 ആഴ്ച 1.5 മാസം മുമ്പ് പൂക്കോട്ടും ഇവിടെ കൂത്തടത്ത് രാവിലെ 60 പോകുന്നൊരു കുട്ടി പന്നിയിടിച്ച് തലപൊട്ടി മരിച്ചില്ലേ? പോകാൻ സാധിക്കുന്നുണ്ടോ? പാമ്പ് പോട്ടെ, പിന്നെ എല്ലായിടത്തും ഉണ്ടാവും വിചാരിക്കുക. അത് നിവൃത്തിയില്ല. ഇപ്പൊ കാര്യമായിട്ട് ആറാട്ടിയിൽ അങ്ങനെ ഒരു ഉപകാരം ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം, ഒരു തർക്കവുമില്ല. ഈ പൈസ മുഴുവൻ ചെലവാക്കിയപ്പോ, ഈ ഫെൻസിംഗ് ഒന്നും ചെയ്യാത്തപ്പോ, അറ്റ്ലീസ്റ്റ് ഈ ആറാട്ടി അവർക്ക് കുറച്ച് വാഹന സൗകര്യം, അവർക്ക് കുറച്ച് എക്യുപ്മെന്റ്സ് എന്തേ തോന്നാത്തത്? ഇവിടെ എത്തി വനം വന്യജീവി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവിയേക്കാൾ അപ്പുറമായിട്ടുണ്ട്. പുലി കടിച്ചു കഴിക്കുന്നത് ഒന്നില്ലെങ്കിൽ വിശന്നിട്ടാണ്, അല്ലെങ്കിൽ ഭയപ്പെട്ടിട്ടാണ്. എന്തൊക്കെ സംഭവം നമ്മുടെ ഇവിടെ ഉണ്ടായി? ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടിട്ട് ഇവിടെ ആ സഹോദരന്റെ ശവം പൊതുപ്രദർശനത്തിന് വെക്കാൻ ഡിവിഷണൽ ഓഫീസിൽ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒരു DFO. ഇവിടെ നടപടി ഉണ്ടായ ബഹുമാനപ്പെട്ട മന്ത്രി. പിന്നെ മറ്റുള്ള ഉദ്യോഗസ്ഥർ ബഹളം വെച്ചിട്ട ഒന്ന് ആലോചിച്ചു നോക്കണം നിങ്ങൾ. ഇവിടെ മനസ്സെവിടെ എത്തി? പകൽ ഈ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടാൽ സഹ ഉദ്യോഗസ്ഥർക്ക് ഒരു റീത്ത് സമർപ്പിക്കാൻ ഈ പറയുന്ന ബഹുമാനപ്പെട്ട ഡിവിഷണൽ ഓഫീസിന്റെ മുറ്റത്ത് വരാന്തയിൽ സമ്മതിച്ചോ? ആന ചവിട്ടി കൊന്നിട്ട് ഒരാൾ ചെന്നു ഈ ചങ്ങാതിന്റെ അടുത്ത്. ഈ പറഞ്ഞവൻ ഇപ്പൊ ഇരിക്കുന്ന ഡിയോഫമാരല്ലോ, ആരും തെറ്റിദ്ധരിക്കണ്ട. ഈ രണ്ടുപേരും വളരെ നന്നായിട്ട് അല്ലെങ്കിലും മോശമില്ലാത്ത രീതിയിൽ പൊതുവിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. മന്ത്രി ഏതാ സൂചിപ്പിച്ചത്? ജനങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടണം. ഇപ്പൊ ഇരിക്കുന്നവർ കുഴപ്പമില്ല. ആ ചങ്ങാതി ആളുകൾ പോയി ഈ ആനശല്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ചോദിച്ച ചോദ്യം എന്താ? നിങ്ങൾക്ക് 10 ലക്ഷം കിട്ടുന്നില്ലേ? ഞാൻ പറഞ്ഞ അപ്പച്ചവിട്ടാണ്. ഒരു മനുഷ്യന് വില കൽപ്പിക്കുന്നത് 10 ലക്ഷം, അത് കിട്ടുന്നില്ല. പിന്നെ എന്താ പറയുന്നത്? ബഹളം വെക്കുന്നു. എവിടെ എത്തി? ഇതാണ് രീതി. ഈ രീതി ഇടതുപക്ഷത്തിന്റെ രീതിയല്ല, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയല്ല. വരച്ച വരയിൽ നിർത്തണം ഉദ്യോഗസ്ഥന്മാരെ. ജനങ്ങളാണ് നാട് ഭരിക്കുന്നത്, ആ ജനങ്ങളാണ് അധികാരം നിശ്ചയിക്കുന്നത്. ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചാണ് ഈ കാക്കിയിട്ടിരിക്കുന്നവരും കാക്കിയിരിക്കാത്തവർക്കും ശമ്പളം കൊടുക്കുന്നത്. അവരുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. ഒരു പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ പോലും അത് മനസ്സിലാക്കാൻ കേരളത്തിലെ വനം വകുപ്പല്ല, പല ഉദ്യോഗസ്ഥരും ആ നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഇവിടെ 2 DFOമാരിയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം ഒരു മീറ്റിംഗ് മൂത്തേടത്ത്, തലേ ദിവസം 2 ദിവസം മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ എന്നെ വിളിച്ചു. അവിടെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ വളരെ മോശമായി പെരുമാറി. ഉസ്മാന്റെ അടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ്, നിങ്ങൾ പോയി നിങ്ങളെ പണി നോക്കിക്കോ, ഈ പണി ഞാനെടുക്കും, അതിന് മോശമായ എന്തോ വാക്കുപയോഗിച്ചു. എന്താണ് ധിക്കാരം? എന്താണ് അഹങ്കാരം? ആരോഗ്യം ഈ കണ്ടു കാണപ്പെട്ട ആഫീസുകൾ എന്തിനാ? എന്താ ഇവർക്ക് പണി? പണ്ട് ഫോറസ്റ്റിൽ അത്യാവശ്യം പണി ഉണ്ടായിരുന്നു. മന്ത്രി സ്ഥിരമായിട്ട് മരം മുറിക്കലും കളവൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ സൗത്തിൽ എത്ര കേസുണ്ട് കഴിഞ്ഞ വർഷം മരം മുറിച്ചത്? ഒരു കേസ്. മനസ്സിലായോ? നോർത്ത് DFO എത്ര കേസ് മരം മുറിച്ചത്? ഒരു കേസ്. അല്ലല്ല, കുറഞ്ഞു വന്നു. മനുഷ്യര് ഇവരുമായി അഡ്ജസ്റ്റ് ചെയ്തു, ഇവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഒരു 5-8 വർഷം മുമ്പത്തേക്ക് കണക്കെടുക്കണം. കെ സുധാകരൻ മന്ത്രിയാകുന്ന കാലത്ത് 500 ചില്ലാനം കേസാണ് ഞങ്ങൾ ഒരുമിച്ച് സെറ്റിൽ ചെയ്തത്. ഇവിടെ മാസത്തിലുണ്ടാവുമായിരുന്നു. അന്നത്തെ സ്ഥിതി അറിയാം നിങ്ങൾ? കേസ് വിടും. ഇപ്പൊ നമ്മൾ ഈ കളവ് കേസിൽ സ്ഥിരമായിട്ട് കുറെ പ്രതികൾ ഉണ്ടാവും പോലീസ് സ്റ്റേഷൻ. എവിടെ കളവ് നടന്നാലും സാധനം കിട്ടിയില്ലെങ്കിൽ അപ്പൊ എഴുതി കൊടുക്കും, മോനെ പ്രതി എന്ന് പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് ആര് മരം മുറിച്ചാലും
മമ്പാടും വഴിക്കടവയും മൊണ്ടേരിയിലൊക്കെ ഉണ്ടായിരുന്ന സ്ഥിരം പ്രതികൾ ഓരോ പേരിൽ എഴുതും. ഈ സാധുക്കളൊക്കെ പല പണിക്ക് പോയി ഈ ഏർപ്പാട് നിർത്തിയിരുന്നു. പിന്നെയും വരുമ്പോൾ സമൻസ് വരുമ്പോഴേ അറിയാം. അപ്പൊ പിന്നെ കേസിന് പോകണമെങ്കിൽ പൈസ ഇല്ല. അപ്പൊ എന്താ ചെയ്യുക? വീണ്ടും മുറിക്കും കേസ് നടത്താൻ. ഇതന്നത്തെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഈ വിഷയങ്ങൾ മൊത്തം സെറ്റിൽ ചെയ്തത്. ഇന്ന് അങ്ങനെ ഒരു പണിയില്ല. ഇപ്പൊ ആ മുറിച്ച മരം തന്നെ ഇവരുടേതാണെന്നും ആ ഉടമസ്ഥൻ എന്റേതാണെന്നും എന്ന് പറയുന്ന ഭൂമിയിലെ വക്കത്തുനിന്ന് മുറിച്ചായിരിക്കും. ഫോറസ്റ്റ് ഒന്നും ഒരിക്കലും ആവില്ല, അല്ലേ? ഫോറസ്റ്റ് ആരെയും മുറിച്ചിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടേതാണെന്ന് പറയുന്ന ഈ എഫ് പെട്ട ഏതെങ്കിലും ഭൂമിയല്ലേ? അത്രയുണ്ടാവൂ. പിന്നെന്താ പണി? മരം എന്തായാലും ഉണ്ട്. അവരാരും വെള്ളം നനക്കണ്ട, മരത്തിന് നനച്ചു കൊടുക്കുന്ന പണിയുണ്ട്. കുളം കുത്തുന്നില്ലല്ലോ. ഇപ്പൊ 6 മാസം മുമ്പ് പോത്തിയൽ പഞ്ചായത്തിൽ നല്ല കുളത്തിന്റെ പണി നടക്കുക. എന്തിന്? ആവാസ വ്യവസ്ഥ ശരിയാക്കാൻ. എവിടെ അറിയോ? ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നിരുന്ന് 300 മീറ്റർ അപ്പുറത്ത്. എന്താ സ്ഥിതി? വെള്ളം കുടിക്കാൻ എല്ലാവരും വന്നോട്ടെ. നാട്ടിക്കേ ജനങ്ങളിലേക്ക് നോക്കണം. നിങ്ങൾ ഇവരുടെ തീർക്കാൻ പറഞ്ഞാണത്. കാട്ടിന്റെ അകത്ത് മൃഗങ്ങളെ അങ്ങോട്ട് ആകർഷിക്കാൻ വെള്ളം കൊടുക്കേണ്ടതിന് പകരം അങ്ങാടിയുടെ വക്കത്ത് കൊടുത്തിട്ട് കുളം കുത്തുക. ഇതെന്താ രീതി? ഞാനിപ്പോ ഇതിങ്ങനെ ഞാനത് പറയാൻ ഈ നിയമസഭാ സമ്മേളനത്തിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ്. പല ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഈ നിയമസഭയിൽ പ്രസംഗിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയിലോട് പറയാം. മനസ്സിലായോ? കാരണം ഇനി പറയാനുള്ള കാര്യങ്ങളൊക്കെ അഡ്വാൻസ് ആയി പറഞ്ഞു പോവാണ്. ഇതാണ് രീതി. ഈ രീതി ശരിയല്ല. ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു, ഇവിടുത്തെ പ്രശ്നങ്ങള് ഉദ്യോഗസ്ഥർ അടിയന്തരമായി MLA-യും പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റുമായി ഇരുന്ന് തീർക്കണം. ഒന്നും തീരില്ല. ബഹുമാനപ്പെട്ട മന്ത്രി ഒരു കാര്യം മറന്നുപോയതാണ്. ഇവിടെ ഞാൻ ഈ പറഞ്ഞ മറ്റേ ചങ്ങാതി ഉണ്ടല്ലോ, ബോഡി കടത്താൻ അനുവദിക്കാത്തവൻ, 2.5 കോടി രൂപ ഈ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി ഈ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങി. 2020 തോന്നുന്നു. അതാണോ 21 അറിയില്ല. ഈ ചങ്ങാതി ഉള്ള സമയത്ത് തന്നെ ഒരു പ്രപ്പോസൽ കൊടുത്തില്ല. പലതവണ ഓഫീസിൽ നിന്ന് സ്റ്റാഫ് പോയി കണ്ടു. ഞാൻ പലതവണ വിളിച്ചു. എന്താ പറയാറിയോ? ഇവർക്കൊരു മൊത്തം പ്രപ്പോസൽ ഉണ്ട് സ്റ്റേറ്റിന്റെ. ആ പ്രപ്പോസലിൽ വന്നിട്ടില്ല. ആ 2.5 കോടി രൂപ ലാപ്സായി പോയി. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഓർമ്മയുണ്ട്. ഓഫീസിൽ പോയി ഞാൻ വെള്ളം ഉണ്ടാക്കുന്നു. അന്ന് ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് മന്ത്രി പറഞ്ഞു, ഇനി ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ അവിടെ ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കണം. അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ കെട്ടിടം ഇവിടെ വരുന്നു തോന്നുന്നുണ്ടോ? ഞാൻ രാവിലെയും വൈകുന്നേരം പോകുന്നത് കാണുന്നുണ്ട്. പിന്നെന്താ അറിയോ? നമ്മളത് കയറി ഇടപെട്ടാല് ഇവിടെ ഇരിക്കുന്ന എന്റെ മഹേഷൻ ടീമൊക്കെ ഉണ്ടല്ലോ, PV Anwar ഗുണ്ട. ഞാനത് നിർത്തി. ഞാൻ പലതിലും അങ്ങനെ ഇടപെട്ടു. വരില്ലവിടെ. ജനങ്ങൾ, ജനപ്രതിനിധികൾ ജനാധിപത്യത്തിൽ നിന്ന് മാറി നിന്നാൽ ഉണ്ടാകുന്ന അപകടം കേരളത്തിന്റെ സകല നിഖില മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉദ്യോഗസ്ഥനും ഒരു പേടിയില്ല. MLA ഹലോ MLA ആണ്, മനസ്സിലായോ? വിളിച്ചാലേ ചിലപ്പോ വില്ലേജ് ഓഫീസറായിരിക്കും. എന്റെ അടുത്ത് 1 പ്രാവശ്യം മോളുള്ളൂ. പിന്നെ അവനെങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഞാൻ അത് പഠിപ്പിച്ചു കൊടുക്കലുണ്ട്. പക്ഷെ എന്താ അറിയോ? എല്ലാവരും മാന്യന്മാർ. ആ മാന്യത വിചാരിച്ചിട്ട് ഇങ്ങനെ മിണ്ടാതെ നടക്കുക. എവിടത്തേക്കാ കേരളത്തെ കൊണ്ടുപോകുന്നത്? അതാണ് വിഷയം. അതുകൊണ്ട് ഈ ജനകീയ ജനാധിപത്യ സംവിധാനം ഇവിടെ നിലനിൽക്കുമ്പോ അതിലൊരു പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ അവനാണ് അവിടുത്തെ രാജാവ്. ആ പഞ്ചായത്ത് വാർഡിൽ 2000-3000 ആളുകൾ വരുന്ന ആ ആളുകളെ റെപ്രസെന്റ് ചെയ്യാൻ രാജ്യത്തിന്റെ ഭരണഘടന ഏൽപ്പിച്ച വ്യക്തിയുടെ പേരാണ് ആ വാർഡ് മെമ്പർ. മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പൊ ഞാനിങ്ങനെ പ്രസംഗിക്കുന്നത് ഈ മൃഗശല്യം നിനക്കെന്താ പണി എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാവും. ഞാൻ എന്റെ പണി എടുക്കുന്നുണ്ട്. ഞാനൊരു പരസ്യത്തിന് വരാറില്ല. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഒരു കടലാസ് കൊടുക്കാനാ. ഈ കാര്യങ്ങൾ 1972 മൃഗസംരക്ഷണ നിയമമാണ് ഇവിടെ നിൽക്കുന്നത്.
ആ നിയമത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ല. മൃഗങ്ങളെ നിയന്ത്രിക്കാനോ കൊല്ലാനോ ഒരു നിയമമുണ്ടാക്കാൻ ഈ നിയമത്തിൽ മാറ്റം വന്നാലേ സാധിക്കൂ. അത് കേന്ദ്ര ഗവൺമെന്റാ തീരുമാനിക്കേണ്ടത്. കേന്ദ്ര ഗവൺമെന്റിന് അനവധി കത്ത് കഴിഞ്ഞ 6-7 കൊല്ലത്തിനിടയ്ക്ക് ഞാൻ അയച്ചിട്ടുണ്ട് ഫോറസ്റ്റ് മിനിസ്റ്റർക്ക്. ഒന്നൊരു മറുപടി പോലും വരുന്നില്ല. അവസാനം പിന്നെന്താ മാർഗം? സുപ്രീം കോടതിയെ സമീപിക്കുക. ഇപ്പൊ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ വർഷം സുപ്രീം കോടതിയെ സമീപിച്ചു. MLA എന്ന നിലക്ക് 972 വന നിയമങ്ങളിൽ മാറ്റം വരുത്തണം. ലോകത്തുള്ള വിദേശ രാജ്യങ്ങളിൽ, നമ്മൾ അമേരിക്ക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് രോമാഞ്ചം ഉണ്ടാവുമല്ലോ, വലിയ സംഭവം. യൂറോപ്പ്, കാനഡ തുടങ്ങിയ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ട് രാജ്യങ്ങളിൽ ഇവിടെയൊക്കെ മൃഗങ്ങളുണ്ട്. കാനഡ എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റുള്ള സ്ഥല ലോക രാജ്യങ്ങളിൽ. രണ്ടാമതൊരു പക്ഷെ അമേരിക്ക ആയിരിക്കും. ഇവിടെ ആകെ വക്കുന്നൂലേ ഉള്ളൂ. ഇതാണ് ഈ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് അങ്ങോട്ട് തിരിയാനും ഇങ്ങോട്ട് തിരിയാനും പറ്റില്ല എന്ന് പറഞ്ഞത്. ഏതെങ്കിലും ഒരു റോഡ് ഇപ്പൊ ഇരിക്കുന്ന DFO തിരക്കിടില്ല, അവിടെ ഇരിക്കണം തിരക്കിടില്ല. ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ എല്ലാ നിയമങ്ങളും മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാ. ആ മനുഷ്യരെ സഹായിക്കാനും ഈ നാടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ മനുഷ്യർ ഇവിടെ ജീവിക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ പ്രകൃതിപരമായ ആവാസ വ്യവസ്ഥ നിലനിൽക്കണം. എന്തിനാ? മനുഷ്യന് ജീവിക്കാൻ. അപ്പൊ മനുഷ്യൻ ജീവിക്കണ്ട, ഈ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ മാത്രം മതി എന്നാ തീരുമാനം. അപ്പൊ ഏത് നിയമം ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഉണ്ടാകുമ്പോഴും അതിനൊരു ഇന്റൻഷൻ ഉണ്ടാവും. ആ ഇന്റൻഷൻ എന്താ? ഫോറസ്റ്റ് നിയമത്തിൽ ഈ ആവാസ വ്യവസ്ഥ നിലനിൽക്കണം. എന്തിനാ? ജനങ്ങൾക്ക് സമാധാനമായും സന്തോഷപരമായും ജീവിക്കാൻ. ആ നിയമത്തിന്റെ കടക വിരുദ്ധമാണ് ഇവരുടെ തീരുമാനങ്ങൾ. ഇവർ വിചാരിക്കുന്ന ഈ ആവാസ വ്യവസ്ഥ ആന പെറ്റുവരികാനും പന്നി പെറ്റുവരികാനും മനുഷ്യനെ കുത്തിച്ചാവാനും അതല്ല. അപ്പോ സുപ്രീം കോടതിയിൽ ഈ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ സൂചിപ്പിച്ചു. ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഈ അനിമൽ കൺട്രോൾ ബഹുമാനപ്പെട്ട മന്ത്രിയുമായി ചർച്ച ചെയ്തിട്ടാ ഞാൻ ചെയ്തത്. അനിമൽ കൺട്രോളിന് ഉപയോഗിക്കുന്ന പലതുണ്ട്. ഓസ്ട്രേലിയയിൽ ഫെബ്രുവരി മാർച്ചിൽ കങ്കാരുവെ വെടിവെക്കാൻ തോക്ക് തരും. ഒരു കങ്കാരുവെ വെടിവെച്ച $100 കിട്ടും. മനസ്സിലായോ? ലോകത്ത് എല്ലായിടത്തും തന്നെയാണ്. ആഫ്രിക്കത്തെ പോട്ടെ, അവിടെ പട്ടിണി പാവങ്ങളാന്ന് വിചാരിക്കുക. ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രികളുടെ സ്ഥിതി ഏതാ? ഈ കാര്യങ്ങൾ മുഴുവൻ ചൂണ്ടിക്കാണിച്ച് 100-150 പേജുണ്ട്. സുപ്രീം കോടതിയെ സമീപിച്ചു PV അൻവർ 1/4/2024. ഇപ്പൊ എന്താ പറയാ, സുപ്രീം കോടതി വിശദമായ വാദം കേട്ടിട്ട് സുപ്രീം കോടതി പറഞ്ഞു ഇത് രാജ്യത്തിന്റെ പാർലമെന്റ് തീരുമാനിക്കേണ്ട വിഷയമാണ്. പക്ഷെ കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലമായി ആന ചവിട്ടിക്കൊന്നും പന്നി ഇടിച്ചു മരിച്ചും ഉണ്ടായ കണക്കുകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ എടുത്ത ആ കണക്കുകൾ കൊടുത്തു. ഇതിന്റെ ഭീകരാവസ്ഥ. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം കേരള, ഹൈ ഡെൻസിറ്റി പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ്. ഇന്ത്യയുടെ ആവറേജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു വില്ലേജിൽ ഈ പറയുന്ന ഒരു 1 സ്ക്വയർ കിലോമീറ്ററിൽ 70 ആളുകളാണ് 1 സ്ക്വയർ കിലോമീറ്റർ. കേരളം 350. ഹൈ ഡെൻസിറ്റി. ഈ കാര്യം സൂചിപ്പിച്ചു. പടിഞ്ഞാറ് അറബിക്കടൽ, അവിടെ CRZ, അവിടെ നിന്ന് കയറാൻ വയ്യ. കിഴക്ക് പശ്ചിമഘട്ടം ആകെ മലയാണ്. റോഡുണ്ടാക്കാൻ വയ്യ, കൃഷി ഉണ്ടാക്കാൻ വയ്യ. മലയോര ഹൈവേ 147 കോടി രൂപയുടെ വർക്കാണ് ഈ നിയോജക മണ്ഡലത്തിൽ നടക്കുന്നത്. നിങ്ങളത് പോയി നോക്കൂ. 5 സെന്റിലെ പാപം 1 സെന്റും 3/4 സെന്റും റോഡിന് വിട്ടുവന്നു. എല്ലാവരും തന്നു. ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടിയവർ വരെ തന്നു റോഡ് വീതി കൂട്ടാൻ. ഈ ഇരിക്കുന്ന മന്ത്രിയും വകുപ്പും ഉദ്യോഗസ്ഥന്മാരും 1 ഇഞ്ച് വിട്ടിട്ടില്ല. വിശാലമായ റോഡ് കൂടെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു ഫോറസ്റ്റ് ഉണ്ടാവും. ഒരു കൊക്കർണി പറയുമ്പോൾ, കൊക്കർണി പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ കൊക്കർണിയുടെ സ്വഭാവം, കൊക്കർണിയാണ് അങ്ങനെ മാന്തി പിടിക്കുന്ന സാധനം. റോഡ് തടസ്സമായി കിടക്കുന്നു.
എത്ര വട്ടം ഈ ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ടു? എന്ത് കാര്യം? ആരോട് കമ്മിറ്റ്മെന്റ്? ഇപ്പോ നമ്മൾ പോയി ഉദ്ഘാടനം ചെയ്തത് കരുളായിലെ റേഞ്ച് ഓഫീസ്. അപ്പുറത്ത് നല്ലൊരു ബിൽഡിംഗ് ഉണ്ട്, അതിന്റെ ഇപ്പുറത്ത് അതിന് നല്ല ബിൽഡിംഗ് പണ്ടാക്കി 2.5 കോടിയോ ഒരു കെട്ടിടത്തിനാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങൾക്ക് പോണില്ല. ഞാനത്തെ എന്റെ ഉത്തരവാദിത്വത്തിലാണ് ഇതൊക്കെ നടന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഡിസ്മിസ് ചെയ്ത് കൂട്ടിക്കൂടി പോയി പണി നോക്കാൻ പറയും. ഇതല്ല പണി. ഇങ്ങനെയുണ്ട് ഒരു പണി. മനുഷ്യനെ വെല്ലുവിളിക്കുക. സുപ്രീം കോടതി ഹൈക്കോടതിയിൽ കേരളത്തിന്റെ പ്രത്യേക രീതി പരിഗണിച്ചിട്ട് ഹൈക്കോടതിയോട് പരിഗണിക്കാൻ പറഞ്ഞ ഓർഡറാണ്. സത്യത്തിൽ സുപ്രീം കോടതിയിൽ ഞാൻ ഈ ഫയൽ ചെയ്യുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അതിൽ കക്ഷി ചേർന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ശക്തി ഉണ്ടാവുമായി. ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് താല്പര്യമുണ്ട്. അപ്പം ഇത് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഈ ജനങ്ങളെ നിർത്തിയിട്ട്, എനിക്ക് ഇത് ജനങ്ങളല്ല അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട, ഇവിടെ ഇരിക്കണമല്ല, ആരും ഈ നാട്ടിലുള്ള ആൾക്കാരല്ല, മന്ത്രി തെറ്റിദ്ധരിക്കണ്ട. ആരെങ്കിലും ഉണ്ടാവും നാട്ടുകാർ? ഇത് കുറെ പത്രക്കാർ, 2-3 ജനപ്രതിനിധികൾ, ബാക്കിയൊക്കെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് നാട്ടുകാരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കി. 1, 2 നിങ്ങൾക്ക് എന്തെങ്കിലും ഫോറസ്റ്റ് ആയിട്ടുള്ള ബന്ധം എന്തെങ്കിലും ഉണ്ടോ? കോൺട്രാക്ട് ഉണ്ടാവൂലേ? മനസ്സിലായില്ലേ? ഒരു മനുഷ്യനിതിനകത്ത് കയറിയിട്ടില്ല. എന്തുകൊണ്ട് ജനങ്ങൾ ഈ ഡിപ്പാർട്ട്മെന്റിനെ എത്രമാത്രം വെറുക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ സദസ്. ഈ രീതിയിൽ മനുഷ്യനകറ്റി മനുഷ്യരെങ്ങനെയും ഇവരുമായി സഹകരിക്കാൻ തയ്യാറാ. ആ മനുഷ്യരുടെ സഹകരണമാണ് ഈ ഇത്രയും വലിയ 2 ഡിവിഷനിൽ മരം മുറി കേസ് ഈ വർഷത്തിൽ ഓരോന്ന്, അല്ലേ? അത് ഏതെങ്കിലും പട്ടിണി കിടന്നിട്ട് സാധു മുറിച്ചാവും. അങ്ങനെ ആവാനേ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞെന്ന് EFL എന്ന് പറയുന്നവരെ ഭൂമി മുറിച്ചിട്ടുണ്ടാവും. ഇത് ജനകീയമായ ഇടപെടലാത്തതാണ്. ഒരാളുണ്ടാവില്ല. ഇപ്പോ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കുറ്റ്യാടി MLA കുഞ്ഞു മുഹമ്മദ് പറഞ്ഞത് 10,000 ചില്ലാനം ഏക്കർ. എത്രയാണ് എക്സ്റ്റന്റ് വർദ്ധിച്ചത്? വല്ല ഐഡിയ ഉണ്ട്? സ്റ്റേറ്റില് നമുക്ക് ഭൂമിയിലല്ലോ. കഴിഞ്ഞ 6-7 വർഷത്തിന്റെ ഇടക്ക് സംസ്ഥാനത്തിന്റെ ഭൂമി ഫോറസ്റ്റിന് വർദ്ധിച്ചത് 10,000-ഓളം ഏക്കർ. ആരാ? എങ്ങനെയാ തിരക്കുക? കണ്ട ഭൂമിയൊക്കെ എടുക്കും. റവന്യൂവിന്റെ എടുക്കും, സ്പോർട്സിന്റെ എടുക്കും, PWDന്റെ എടുക്കും. ഇവിടെ 48 കൊല്ലമായി ടാറ് ചെയ്ത് ഓടുന്ന ചുങ്കത്തറ പഞ്ചായത്തില് നമ്മുടെ പ്രളയം വന്നൊരു പാലം പോയി. ഗവൺമെന്റ് പുതിയ പാലം ഉണ്ടാക്കി. അപ്പൊ ഇവിടെ വേറെ ചങ്ങാതിന്റെ ഒരു എന്താണ് റേഞ്ച് ഓഫീസർ, എന്റെ പേര് തന്നെ, ആ റോഡ് വന്ന് ബ്ലോക്ക് ചെയ്തു. എന്താണ്? ഇവരുടെ കയ്യിൽ ഒരു വാറോല ഉണ്ടാവും, ഒരു ബുക്ക്, വേറെ ആരുടെ കയ്യിലുണ്ടാവില്ല. എന്നിട്ട് അവർ പറഞ്ഞത് ഞങ്ങളതാണ്. അതല്ല എന്ന് പറയാനുണ്ടാവില്ല. കാരണം PWDക്കാര് എഞ്ചിനീയർമാര് കേസെടുക്കും, അപ്പൊ കേസെടുക്കും. ഈ തോട്ടിന് തൊട്ടപ്പുറത്താ പാലം വണ്ടൂരിലേക്ക് കിടക്കുന്നത്. ആ പാലം ഉണ്ടാക്കാന് ഒരു JCB പുഴയിൽ കൂടെ ഇറങ്ങി അക്കരെ കയറണം, വേറെ മാർഗമില്ല. ആ വാഹനം പിടിച്ചെടുത്ത് വരും, ഫൈനടച്ച് 3.5 ലക്ഷം ഉണ്ടോ? തോന്നിവാസത്തിന് പരിധിയുണ്ടോ? എന്തത്? ഇതൊക്കെ ഇവിടെ നടക്കുള്ളൂ കേട്ടോ. തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലേ അടിച്ച് ചെപ്പക്കുറ്റി തിരിക്കും വരെ. ഈ പണിയൊന്നും ചെയ്തിട്ടവര് ജനങ്ങൾ ഇടപെടും. ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം ഇരുട്ടടിയില്ലല്ലോ, എല്ലാം ക്യാമറ ഇല്ലേ. പണ്ട് ഈ ജാതി ഉദ്യോഗസ്ഥന്മാർക്ക് നാട്ടുകാർ നല്ല കൊടുക്കായിരുന്നു രാത്രി ഇരുട്ടത്ത്. ഇന്ന് നാട്ടിൽ അതിന് പോലും മാർഗമില്ല. തോന്നിവാസത്തിന് പരിധി ഉണ്ടാവണം. അപ്പൊ ഈ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഈ സുപ്രീം കോടതിയുടെ അതിന്റെ ഓർഡറാണ് സ്റ്റേറ്റില് ഹൈക്കോടതിയിൽ പോകാൻ. ബഹുമാനപ്പെട്ട മന്ത്രി ഈ വിഷയത്തിലൊന്ന് ഇടപെട്ട് ഈ കേസ് കോടതിയിൽ 1, 2, 3 ആഴ്ച കൊണ്ട് വരും. അതില് കേരള ഫോറസ്റ്റ് ഇതിലൊന്ന് കക്ഷി ചേരണമെന്ന് വിനീതമായി അപേക്ഷിക്കുക. ഞാൻ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടില്ല. അപ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും ബഹുമാനപ്പെട്ട മന്ത്രി ഇതൊക്കെ ഉൾക്കൊള്ളുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ആശയത്തിന് വാപ്പാന്റെ കാര്യം പറഞ്ഞ് ബന്ധിപ്പിക്കാറുണ്ട്.
ജനിച്ചന്ന് മുതലേ ഈ പറഞ്ഞതുപോലെ വളരെ സിമ്പിളായി അന്നും ഇന്നും സ്വന്തമായിട്ട് വീട് പോലും ഉണ്ടോ എന്ന് എനിക്കിപ്പോൾ സംശയം. അങ്ങനെ ജീവിക്കുന്ന ഒരു ഗാന്ധിയൻ ആശയത്തിന്റെ അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പം അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്കാണ് ഇത് കുറച്ചും കൂടി ഇടപെടാൻ കഴിയുക. പക്ഷേ അദ്ദേഹത്തിന്റെ ഇടപെടലുകളൊന്നും കുറെ മാറ്റങ്ങളൊക്കെ ഓരോ മന്ത്രിമാരും വരുമ്പോഴുണ്ടാകുമെങ്കിലും പരിപൂർണതയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഇനിയുള്ള 1.5 വർഷം ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. താങ്കൾ ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണെങ്കിൽ ഒരു 1.5 കൊല്ലം തൽക്കാല ലേശം അതങ്ങോട്ട് സൈഡിലേക്ക് നിർത്തിയിട്ട് കേരളത്തിലെ ജനസംരക്ഷണ വകുപ്പ് മന്ത്രിയായി താങ്കൾ ഒരു 50% പ്രവർത്തിച്ച് ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ ഒരു ജനകീയ ഇടപെടൽ നടത്തണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.